അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വീട്ടിൽ പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നട്ട് വളർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന് കൃത്യമായ വളം കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കുറച്ച് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത് എഗ്ഷെൽസാണ്. നമ്മൾ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും വീട്ടിൽ മുട്ട യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ മുട്ടയുടെ തൊണ്ട് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ ഭയങ്കര ഒരു ഉറവിടമാണ്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാമെന്നല്ലോ. ഇപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള തട്ടുകടകളിലൊക്കെ പോയിട്ടാണ് എഗ്ഷെൽസ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടൊരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന മുട്ടയുടെ തൊണ്ട് മൊത്തം അതിനകത്തിട്ട് വെക്കും. നമ്മൾ എന്നിട്ട് അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നല്ലപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ ഉണക്കി പൊടിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടി മിക്സറിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം. ഈ കാൽസ്യം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ സ്റ്റെമ്മിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, അതായത് കാൽസ്യം സെൽ വാളിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെങ്കിൽ സെൽ വാളിന് നല്ലപോലെ കട്ടി ഉണ്ടാവാനായിട്ട് കാൽസ്യം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് മുട്ടത്തൊണ്ടാണ്. അടുത്തതായിട്ട് നമ്മുടെ തേയിലയുടെ വേസ്റ്റാണ്. ഇതുപോലെ തന്നെ തട്ടുകടയിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. അത് നല്ലപോലെ ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പോട്ടി മിക്സറിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ ടാനിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ന്യൂട്രിയൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അടുത്തതായിട്ട് കോഴിവളം അല്ലെങ്കിൽ ചിക്കൻ മാന്യൂർ എന്ന് പറയും. നമുക്കിപ്പോൾ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 120-130 രൂപ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ വില വരുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വളമാണ് കോഴിവളം. അല്ലെങ്കിൽ അത് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം ചെയ്യും. കാരണം കോഴിവളം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ചെടികൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പഴകിയ കോഴിവളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ചിട്ട്, അപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ചെടിക്ക് അത് ദോഷമായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിന് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അതിനെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് അതിൻ്റെ ചൂട് പോകുന്ന പോലെ ഒരു 41-42 ദിവസങ്ങൾ അതിനെ ഒന്ന് സ്റ്റോർ ചെയ്ത് നനച്ച് യൂസ് ചെയ്യുക. നല്ലൊരു റിസൾട്ട് തരുന്ന വളമാണ്. പക്ഷേ സൂക്ഷിച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് വെർമി കമ്പോസ്റ്റ്. മണ്ണരകളെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റ്, വാഴപ്പിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്. ഇതിൽ നമ്മൾ റെഡ് കളർ കമ്പോസ്റ്റ് വേംസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ നാടൻ വര പോലെയല്ല, ഇവർ നല്ല ഫാസ്റ്റായിട്ടായിരിക്കും കമ്പോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കമ്പോസ്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ പോട്ടിംഗ് മിക്സറിൽ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അതായത് നമ്മൾ പ്ലാന്റേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആലപ്പുഴ, എൻ്റെ സ്ഥലം ചേർത്തലയാണ്, അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ മണ്ണിര കമ്പോസ്റ്റിൻ്റെ വിരകളെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള സംഭവമാണ് ചാണകം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പച്ചച്ചാണകം യൂസ് ചെയ്യാം, ഉണക്കച്ചാണകം. അതായത് ഉണക്കച്ചാണകം എന്ന് പറയുമ്പോൾ വെയിലത്തിട്ട് ഉണങ്ങിയതല്ല, തണലിൽ കിടന്ന് ഉണങ്ങിയ ചാണകം വേണം യൂസ് ചെയ്യാൻ. കാരണം വെയിലത്തിട്ട് ഉണങ്ങിയ ചാണകത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഗോമൂത്രം വെള്ളത്തിൽ നേർപ്പിച്ച് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു വളമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോട്ടി മിക്സറൊക്കെ തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഉണക്കച്ചാണകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളങ്ങളെക്കുറിച്ചിട്ടുള്ള പാർട്ട് 1 വീഡിയോ ആണിത്. ഇനിയും കുറച്ച് വളങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.